അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് ഇത് സർക്കുലർ ജേണി ടിക്കറ്റ് എന്ന് പറയുന്നത് ഒരു സാധാരണ യാത്രാ ടിക്കറ്റ് അല്ല. ഇത് നമ്മളൊരു പർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്ത ഒരു യാത്രയ്ക്ക് വേണ്ടി വളരെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് എടുക്കുന്ന ഒരു ടിക്കറ്റാണ്. പലരും ചോദിക്കുന്നുണ്ട് സർക്കുലർ ജേണി ടിക്കറ്റ് വെച്ച് റിസർവേഷൻ്റെ കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്. നിങ്ങൾ പ്രീ പ്ലാൻഡ് ട്രാവലാണെങ്കിൽ നേരത്തെ തന്നെ നിങ്ങൾക്ക് റിസർവ് ചെയ്യാൻ പറ്റും. സർക്കുലർ ജേണി ടിക്കറ്റ് എന്ന് പറയുന്ന ടിക്കറ്റ് ഒരെണ്ണം ഉണ്ടാവും, അതാണ് മെയിൻ ടിക്കറ്റ്. പിന്നെ നിങ്ങൾ ഓരോ പോർഷനിലും ട്രാവൽ ചെയ്യുന്ന പോർഷന് സെപ്പറേറ്റ് റിസർവേഷൻ സ്ലിപ്പുകൾ ഉണ്ടാവും. റിസർവേഷൻ സ്ലിപ്പിന് റിസർവേഷൻ ചാർജ് മാത്രമേ ഈടാക്കുന്നുള്ളൂ. റിസർവേഷനിൽ സാധാരണ ഫസ്റ്റ് സെർവ് ആ പ്രയോറിറ്റിയാണ് റിസർവേഷൻ ഉള്ളത്. സർക്കുലർ ജേണി ടിക്കറ്റിന് പ്രത്യേക പ്രയോറിറ്റി ഒന്നുമില്ല, അതും നേരത്തെ റിസർവ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പോം വഴി. ഒപ്പം ഇത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാം, ഫാമിലിയായിട്ട് യാത്ര ചെയ്യാം, വലിയ ഗ്രൂപ്പായിട്ട് യാത്ര ചെയ്യാം. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുക. ഇത് വളരെ എക്കണോമിക്കാണ്, അതുപോലെ വളരെ സൗകര്യപ്രദമാണ്. എല്ലാവർക്കും നമസ്കാരം. യാത്രക്കാർ ശ്രദ്ധിക്കുന്ന ഈ പരിപാടിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ സർക്കുലർ ജേണി ടിക്കറ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ ഒരുപാട് പേർ ഉന്നയിക്കുകയുണ്ടായി. അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു എപ്പിസോഡ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി നമ്മളൊന്നും യൂട്യൂബേഴ്സ് അല്ല, അല്ലെങ്കിൽ ഈ ക്യാമറ ഫേസ് ചെയ്ത് സ്ഥിരം പെർഫോം ചെയ്യുന്നവരല്ല. അതൊക്കെ കൊണ്ടായിരിക്കും ഒരുപക്ഷെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞത് വ്യക്തമാകാതെ വന്നത്. അതെല്ലാം കൂടെ ഈ വീഡിയോയിൽ ക്ലിയർ ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോയും കൂടെ ഞാൻ പബ്ലിഷ് ചെയ്യും. ആ വീഡിയോയിൽ ഒരു യാത്ര എങ്ങനെ പ്ലാൻ ചെയ്യാം, ഒന്ന് സാമ്പിളായിട്ട് 1-2 യാത്രകൾ, ഒരു ഇന്ത്യൻ യാത്ര കൂടി പ്ലാൻ ചെയ്യുന്ന ഒരു വീഡിയോ കൂടി ചെയ്യും. അപ്പോൾ അതോടുകൂടി സർക്കുലർ ജേണി അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സകല സംശയങ്ങളും തീർക്കാമെന്നാണ് വിചാരിക്കുന്നത്. അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് ഇത് സർക്കുലർ ജേണി ടിക്കറ്റ് എന്ന് പറയുന്നത് ഒരു സാധാരണ യാത്രാ ടിക്കറ്റ് അല്ല. ഇത് നമ്മളൊരു പർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്ത ഒരു യാത്രയ്ക്ക് വേണ്ടി വളരെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് എടുക്കുന്ന ഒരു ടിക്കറ്റാണ്. അതിൻ്റെ ടൈമിങ്സിനെ കുറിച്ചും എങ്ങനെയാണ് അതിൻ്റെ ഫെയർ, എങ്ങനെയാണ് അതിൻ്റെ ലാഭം വരുന്നതൊക്കെ കുറിച്ച് ആദ്യത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുമുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളാണ് ഇവിടെ ക്ലിയർ ചെയ്യുന്നത്. ഒരു കാര്യം പറയാം, ഈ സർക്കുലർ ജേണി ടിക്കറ്റ് ഉപയോഗിച്ച് നമുക്ക് യാത്ര തുടങ്ങി തിരിച്ചെത്തുന്നത് വരെ 56 ദിവസങ്ങൾ വരെ ഇതിന് വാലിഡിറ്റി ഉണ്ട്. അതിൻ്റെ കാൽക്കുലേഷൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എത്ര കിലോമീറ്ററാണ്, അതനുസരിച്ചിട്ടൊക്കെയാണ് ബ്രേക്ക് ജേണിയും ജേണി ടൈമൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾ ആദ്യത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ആദ്യത്തെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും. പിന്നെ ഇതൊരു പ്രീ പ്ലാൻഡ് ട്രാവലാണ്. ഉദാഹരണത്തിന് നിങ്ങൾ ടൂർ പ്ലാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ബിസിനസ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ പിൽഗ്രിമേജ് പ്ലാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ 1-2 സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു നോർത്ത് ഇന്ത്യ മൊത്തം കണ്ടുവരാനുള്ളൊരു യാത്ര പ്ലാൻ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്ലാനിങ്ങിനാണ് ഇത് ഏറ്റവും അനുയോജ്യമായിരിക്കുന്നത്. അതിന് നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ യാത്ര പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. അത് വളരെ സിമ്പിളാണ്. ഒരു വെള്ള പേപ്പർ എടുക്കുക, നിങ്ങൾക്ക് എവിടേക്കാണ് പോകേണ്ടത് അത് പേപ്പറിൽ എഴുതുക. ഉദാഹരണത്തിന് ആഗ്ര, ജയ്പൂർ, അതല്ലെങ്കിൽ നാഗ്പൂർ, ഇറ്റാർസി, അല്ലെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും സ്റ്റേറ്റുകൾ, ഏതെങ്കിലും സ്ഥലങ്ങൾ ആണ് അത് ആദ്യം എഴുതുക. രണ്ടാമത്, ഇപ്പോൾ വളരെ സൗകര്യപ്രദമായി ഓൺലൈനിൽ നമുക്കിതെല്ലാം അവൈലബിളാണ് ഈ ട്രെയിനുകളുടെ ഡീറ്റെയിൽസ്. പണ്ടാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി ടൈം ടേബിൾ വാങ്ങി അത് പഠിച്ചെടുക്കാൻ തന്നെ വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ചെറിയൊരു ലേണിംഗ് ആവശ്യമുള്ളൊരു സംഗതിയായിരുന്നു ടൈം ടേബിൾ നോക്കി ട്രെയിനിൻ്റെ ടൈമിങ്സും ഒക്കെ മനസ്സിലാക്കുക എന്നുള്ളത്. ഇപ്പോൾ വളരെ എളുപ്പമാണ്. നിങ്ങൾ NTES, നാഷണൽ ട്രെയിൻ എൻക്വയറി സിസ്റ്റം, അതാണ് റെയിൽവേ ഔദ്യോഗികമായി ഉള്ള ആപ്പ്. അതിൽ നിങ്ങൾക്ക് സകല ട്രെയിനിൻ്റെയും ലൈവും, പിന്നെ ഒരു സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു സ്റ്റേഷനിലേക്കുള്ള ട്രെയിനുകളുടെ ദൂരം, അല്ലെങ്കിൽ തുടങ്ങി സകല വിവരങ്ങളും, എത്രയൊക്കെ ട്രെയിൻസ് അവൈലബിൾ ആണ്, ഇതെല്ലാം ലഭിക്കും. അല്ലെങ്കിൽ ഒരു സ്വകാര്യ ആപ്പാണ് വെയർ ഈസ് മൈ ട്രെയിൻ, ഇതിനകത്തും ഇത്തരം കാര്യങ്ങൾ ലഭിക്കും. എന്നാലും റെയിൽവേ പ്രൊമോട്ട് ചെയ്യുന്നത് കൃത്യമായി വിവരങ്ങൾ ലഭിക്കുന്നത് NTESലായിരിക്കും, നാഷണൽ ട്രെയിൻ എൻക്വയറി സിസ്റ്റത്തിലായിരിക്കും. അതിൻ്റെ അകത്ത് ടൈം ടേബിളിൽ കയറുക, നിങ്ങളുടെ ഏതൊക്കെ സ്റ്റേഷനിലാണ് നിങ്ങൾ പോകേണ്ടതെന്ന് പ്ലാൻ ചെയ്യുക, അത് ആദ്യം കടലാസിൽ എഴുതി വയ്ക്കുക. നിങ്ങൾ എവിടെ നിന്നാണ് യാത്ര തുടങ്ങുന്നത്, എന്നാണ് തിരികെ വരാൻ ഉദ്ദേശിക്കുന്നത്,
ഇതിനെക്കുറിച്ച് ധാരണ ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങൾ ഈ സ്റ്റേഷൻ ടു സ്റ്റേഷൻ ഏതൊക്കെ ട്രെയിൻ അവൈലബിൾ ആണ് എന്നൊക്കെ നോക്കി നിങ്ങളുടെ ഗ്രൂപ്പിൻ്റെ താല്പര്യം അനുസരിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ അങ്ങനെ ഒക്കെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഇതൊരു പ്രീ പ്ലാൻഡ് ട്രാവലിനാണ് ഇത് ഏറ്റവും അനുയോജ്യമായിരിക്കുന്നത്. ഇത്ര എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങൾ എറണാകുളത്തു നിന്ന് ഗോവ പോയി, ഗോവയിൽ നിന്ന് മുംബൈ പോയി, മുംബൈയിൽ നിന്ന് ഔറംഗാബാദ് പോയി, അവിടെ നിങ്ങളിപ്പോൾ ഈ അജന്ത എല്ലോറൊക്കെ അവിടെയാണുള്ളത്, അതൊക്കെ കണ്ടിട്ട് വീണ്ടും നാഗ്പൂരിലോ മറ്റോ പോയി, പിന്നെ അവിടെ നിന്ന് ഹൈദരാബാദ് പോയി തിരിച്ച് ബാംഗ്ലൂർ വന്നു, ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് വീണ്ടും കൊച്ചിയിലേക്ക് വരുന്ന രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്കൊരു റൗണ്ട് പ്ലാൻ ചെയ്യാം. ഇതിനെക്കുറിച്ച് ഒരു പ്ലാൻ എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓരോ സ്ഥലത്ത് നിങ്ങൾക്ക് എത്ര ദിവസമാണ് സ്റ്റേ ചെയ്യേണ്ടതെന്ന് നോക്കുക, അതിനനുസരിച്ച് ട്രാവൽ പ്ലാൻ ചെയ്യുക. അതുപോലെ ട്രെയിൻസ് സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ പരമാവധി നൈറ്റ് ട്രെയിൻസ് സെലക്ട് ചെയ്യുക. അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് രണ്ട് ലാഭമാണ്. ഒന്ന്, ട്രാവൽ ചെയ്ത് സമയം നഷ്ടപ്പെടുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഹോട്ടലിൽ കിടക്കാനുള്ള പൈസ, ബഡ്ജറ്റ് ട്രാവലാണെങ്കിൽ ഹോട്ടലിൽ കിടക്കാനുള്ള പൈസ കൂടി ഇതിനകത്ത് നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. രാവിലെ ഒരു പർട്ടിക്കുലർ സ്റ്റേഷൻ ചെന്നിറങ്ങുക. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾക്ക് ഔറംഗാബാദിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ അജന്ത എല്ലോറൊക്കെ കാണാൻ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം വേണ്ടി വരും. അത് പ്ലാൻ ചെയ്യുക. ഈ പല ആപ്പുകളും ഈ പറഞ്ഞ പോലെ ബ്രവി സ്റ്റേ അല്ലെങ്കിൽ മേക്ക് മൈ ട്രിപ്പൊക്കെ നിങ്ങൾക്ക് അവർലി സ്റ്റേ അവൈൽ ചെയ്യാം. 1 hour 2 hour 3 hours ഒക്കെ അവൈൽ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ പൈസയ്ക്ക് അവിടെ പോയി ഇറങ്ങി ഫ്രഷ് ആയതിനു ശേഷം യാത്ര കഴിഞ്ഞ് വീണ്ടും നൈറ്റ് ട്രാവൽ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അടുത്ത സ്റ്റേഷനിലേക്ക് നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാനും പറ്റും. ഇതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. എന്നോട് ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യം ഇത് എത്ര പേർക്കാണ് എന്നുള്ളതാണ്. ഇത് മിനിമം ഒരാൾ മുതൽ മാക്സിമം എത്ര ആൾ വരെയും നമുക്ക് സർക്കുലർ ജേർണി ടിക്കറ്റ് അവൈൽ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പേപ്പർ എടുക്കുക, ഈ ട്രെയിനും ടൈമിങ്സും ആപ്പുകളിൽ നോക്കി കണ്ടെത്തുക, ആ യാത്ര കൃത്യമായി പ്ലാൻ ചെയ്യുക. എന്നിട്ട് നേരെ ഒരു റിസർവേഷൻ കൗണ്ടറുള്ള പബ്ലിക് റിസർവേഷൻ സിസ്റ്റം PRS ഉള്ള ഒരു സ്റ്റേഷനിൽ ചെല്ലുക. അവിടെ റിസർവേഷൻ ഓഫീസ് ചെല്ലുക. അവർ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും. കാരണം അവരിത് സ്ഥിരം ചെയ്യുന്നവരാണ്. അവർക്ക് ഈ യാത്ര കുറേ കൂടി സൗകര്യപ്രദമാകുന്ന രീതിയിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ സഹായിക്കും. ഈ വെള്ള പേപ്പറിൽ അപേക്ഷ തയ്യാറാക്കി എനിക്ക് സർക്കുലർ ജേർണി ടിക്കറ്റ് വേണം, ഇതാണ് എൻ്റെ യാത്രാ പ്ലാൻ എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുചെന്നാൽ അവരതിൻ്റെ എമൗണ്ട് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് പറയും. നിങ്ങൾ ഈ എമൗണ്ടൊന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ടെൻഷനൊന്നുമില്ല, അതെല്ലാം അവർ കാൽക്കുലേറ്റ് ചെയ്ത് തരും. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യും. മാത്രമല്ല, പലരും ചോദിക്കുന്നുണ്ട് സർക്കുലർ ജേർണി ടിക്കറ്റ് വെച്ച് റിസർവേഷൻ്റെ കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്. നിങ്ങൾ പ്രീ പ്ലാൻഡ് ട്രാവലാണെങ്കിൽ നേരത്തെ തന്നെ നിങ്ങൾക്ക് റിസർവ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഇത്രയും യാത്ര ഇന്ന ട്രെയിൻസിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ റിസർവേഷൻ ഓഫീസിൽ ചെന്ന് നേരത്തെ തന്നെ റിസർവ് ചെയ്യാൻ പറ്റും. ഈ സർക്കുലർ ജേർണി ടിക്കറ്റ് എന്ന് പറയുന്ന ടിക്കറ്റ് ഒരെണ്ണം ഉണ്ടാവും, അതാണ് മെയിൻ ടിക്കറ്റ്. പിന്നെ നിങ്ങൾ ഓരോ പോർഷനിലും ട്രാവൽ ചെയ്യുന്ന പോർഷന് സെപ്പറേറ്റ് റിസർവേഷൻ സ്ലിപ്പുകളുണ്ടാവും. അതിൽ നിങ്ങളുടെ ആദ്യത്തെ സർക്കുലർ ജേർണി ടിക്കറ്റിൻ്റെ നമ്പർ അടിച്ചിട്ടുണ്ടാവും. ആ നമ്പറാണ് നിങ്ങൾ തുക കൊടുത്തത്, ടിക്കറ്റിൻ്റെ നമ്പർ അതാണ്. പിന്നെ എല്ലാം തരുന്നത് റിസർവേഷൻ സ്ലിപ്പുകളാണ്. റിസർവേഷൻ സ്ലിപ്പിന് റിസർവേഷൻ ചാർജ് മാത്രമേ ഈടാക്കുന്നുള്ളൂ. അത് നേരത്തെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ സൂപ്പർ ഫാസ്റ്റ് ചാർജൊന്നും സർചാർജൊന്നും ഈടാക്കുന്നില്ല. അങ്ങനെ റിസർവേഷൻ സ്ലിപ്പുകളാണ് നിങ്ങളെ പിന്നെയുള്ള ഈ സർക്കുലർ ജേർണി ടിക്കറ്റ് എപ്പോഴും കയ്യിൽ വയ്ക്കുക. അതാണ് ട്രാവലിംഗ് അതോറിറ്റി എന്ന് പറയുന്ന സാധനം. യഥാർത്ഥ ടിക്കറ്റ് മറ്റേത് വെറും സ്ലിപ്പ് മാത്രമാണ്. സ്ലിപ്പ് മാത്രമായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. മറ്റത് മിസ്സായി കഴിഞ്ഞാൽ സ്ലിപ്പ് മാത്രമാണെങ്കിൽ അത് വിത്തൗട്ട് ടിക്കറ്റാണ്, ട്രാവലിംഗ് വിത്തൗട്ട് ടിക്കറ്റാണ്. അപ്പോൾ ചിലർ ചോദിച്ച ചോദ്യം 8 ബ്രേക്ക് ജേർണി ഇതിൽ പറയുന്നുണ്ട്, 8ഉം നമ്മൾ എടുക്കണോ എന്നാണ്. ആരും പറയുന്നില്ല. ഇത് നമ്മുടെ ആവശ്യമാണ്. മാത്രമല്ല നമ്മുടെ എലിജിബിലിറ്റി ഈ ദൂരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ എത്ര ബ്രേക്ക് ജേർണി എടുക്കാം, എത്ര ദിവസം ചിലവഴിക്കാം എന്നൊക്കെ ഉള്ളത്. നിങ്ങളുടെ പ്ലാൻ തയ്യാറാക്കുക. അതിനനുസരിച്ചിട്ടായിരിക്കും റെയിൽവേ ടിക്കറ്റും കാര്യങ്ങളും തരുന്നത്. അതുപോലെ ഇതിലൊരിക്കലും ഒരാൾ ചോദിച്ച ചോദ്യമാണ് എപ്പോഴെങ്കിലും ട്രെയിൻ മിസ്സാവാനുള്ള സാധ്യത. സാധാരണ നമ്മളൊരു കണക്ഷൻ ട്രെയിൻ പിടിച്ചാൽ ഒരു പക്ഷേ നമ്മൾ വരുന്ന ട്രെയിൻ ലേറ്റായാൽ കണക്ഷൻ ട്രെയിൻ മിസ്സാവാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരിക്കലും വരുന്നില്ല. കാരണം ഇത് നിങ്ങൾ ബ്രേക്ക് ജേർണി എടുക്കുന്ന സ്റ്റേഷനിൽ ചെന്നിറങ്ങി നിങ്ങളുടെ മറ്റു പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഒരുപാട് സമയം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ അടുത്ത ട്രെയിനിൽ നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ എല്ലാവരും ചോദിച്ചത് റിസർവേഷൻ കിട്ടുമോ എന്നുള്ളത്. റിസർവേഷനെ സംബന്ധിച്ച് റിസർവേഷനിൽ സാധാരണ ഫസ്റ്റ് സെർവ് ആ പ്രയോറിറ്റിയാണ് റിസർവേഷനുള്ളത്. സർക്കുലർ ജേർണി ടിക്കറ്റിന് പ്രത്യേക പ്രയോറിറ്റി ഒന്നുമില്ല. അതും നേരത്തെ റിസർവ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പോം വഴി. അതുപോലെ തന്നെ
ഏതൊക്കെ ക്ലാസ്സിൽ കൊടുക്കും എന്നുള്ളത്. എല്ലാ ക്ലാസ്സിലും ഇത് അവൈലബിൾ ആണ്. സെക്കൻഡ് ക്ലാസ്, സ്ലീപ്പർ, 3 ടയർ AC അല്ലെങ്കിൽ 2 ടയർ AC തുടങ്ങി ഫസ്റ്റ് AC വരെ ഇത് അവൈലബിൾ ആണ്. ഏറ്റവും നല്ലത് ഫസ്റ്റ് AC ഒക്കെ ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ അത് മിക്കവാറും റൂട്ടുകളിൽ കൺവീനിയൻ്റ് ആയിട്ട് എല്ലാ ട്രെയിനിലും ഫസ്റ്റ് ക്ലാസ് AC ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് സെക്കൻഡ് AC മറ്റും എടുക്കുക. ഇനി സെക്കൻഡ് AC എടുത്തു നിങ്ങൾക്ക് ലോവർ ക്ലാസ്സുകളിൽ സഞ്ചരിക്കാൻ പറ്റും. ഇപ്പോൾ ചില ട്രെയിൻസിൽ സെക്കൻഡ് ACയിൽ 2 ടയർ ACയിൽ അവൈലബിലിറ്റി ഇല്ലെങ്കിൽ തേർഡ് ACയിലോ സ്ലീപ്പറിലോ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനുള്ള ഇതേ ടിക്കറ്റിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. ബട്ട് അപ്പർ ക്ലാസ്സിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. ഇനി ബ്രേക്ക് ജേണി നമ്മൾ റിസർവ് ചെയ്യാത്ത ബ്രേക്ക് ജേണികളുണ്ട്. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് റിസർവ് ചെയ്തിട്ടില്ല. നമ്മൾ ബ്രേക്ക് ജേണി സ്റ്റേഷൻ നമ്മുടെ സർക്കുലർ ജേണി ടിക്കറ്റിൽ മാർക്ക് ചെയ്ത് തരും. ആ സ്റ്റേഷനുകളിൽ മാത്രമേ നമുക്ക് ഇറങ്ങാനും കയറാനും പറ്റൂ. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ കൊച്ചിയിൽ നിന്ന് നിങ്ങൾ മഡ്ഗോൺ, ഗോവയാണ് നിങ്ങളുടെ ബ്രേക്ക് ജേണി സ്റ്റേഷനെങ്കിൽ നിങ്ങൾ അവിടെ ഇറങ്ങി നിങ്ങൾ ഫർദർ യാത്ര നിങ്ങൾ റിസർവ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ എലിജിബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് കുറേ ദിവസം അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇറങ്ങുമ്പോൾ അവിടെ പോയി ഇൻഫർമേഷൻ കൗണ്ടറിലോ അല്ലെങ്കിൽ സ്റ്റേഷൻ മാസ്റ്റർ ഉള്ളിടത്താണ് സ്റ്റേഷൻ മാസ്റ്റർ അടുത്ത് ചെന്നിട്ട് ബ്രേക്ക് ജേണി എൻഡോഴ്സ് ചെയ്യുക. അപ്പോൾ അവിടെ അവർ ടിക്കറ്റിൽ അറൈവൽ ബൈ ഇന്ന ട്രെയിൻ എന്ന് എഴുതും, അല്ലെങ്കിൽ അതിൻ്റെ ടൈമിങ്ങും ഇതും എഴുതും. അതുപോലെ നിങ്ങൾ അടുത്ത വണ്ടിയിൽ കയറുന്നതിന് മുമ്പ് റിസർവേഷൻ ഇല്ലാതെ കയറുന്നതാണെങ്കിൽ അവിടെ ചെന്നിട്ട് ടിക്കറ്റിൽ കമൻസിങ് ജേണി കൂടി എൻഡോഴ്സ് ചെയ്ത് വാങ്ങുക. അപ്പോൾ നിങ്ങളുടെ അവിടുത്തെ ബ്രേക്ക് ജേണിയുടെ ടൈം അറിയാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ട്രെയിനിൽ റിസർവേഷൻ ഉണ്ടെങ്കിൽ ട്രെയിനിനകത്തുള്ള ടിക്കറ്റ് പരിശോധകർ നിങ്ങൾക്ക് റിസർവേഷൻ ചാർജ് മാത്രം ഈടാക്കിക്കൊണ്ട് റിസർവേഷൻ തരും. ഇതൊക്കെ വളരെ ഫ്രീ ആയിട്ട് വളരെ സ്ട്രിക്റ്റ് ഫോളോ ചെയ്യുന്ന സംഗതിയല്ല. പലപ്പോഴും അതിനകത്ത് ഉള്ള വേക്കൻസി ഉള്ള സാഹചര്യങ്ങളിൽ TTമാർ വളരെ സൗഹാർദ്ദപരമായി തന്നെ പെരുമാറാറുണ്ട്. റിസർവേഷൻ ഉള്ള സാഹചര്യങ്ങൾ ലഭിക്കാറുമുണ്ട്. ഇതൊക്കെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അതുപോലെ രാജൻ പിള്ള എന്ന സാർ അദ്ദേഹം ഇതിനകത്തൊരു കമൻ്റ് ഇട്ടിരുന്നത്, കായംകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കായംകുളത്ത് അവസാനിക്കുന്ന ഒരു യാത്ര അദ്ദേഹം പലതവണ ചെയ്തിട്ടുള്ളത്. അത് നോർത്ത് ഇന്ത്യ മൊത്തം ചുറ്റി വന്നു. എനിക്ക് കണ്ടപ്പോൾ സന്തോഷം തോന്നി. അത് മുതിർന്ന ഒരാളാണെന്ന് തോന്നുന്നു. കാരണം 10-15 വർഷം മുമ്പ് യാത്ര ചെയ്ത കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അടിസ്ഥാനപരമായി ഞാൻ ആദ്യമേ പറഞ്ഞു, യാത്ര തയ്യാറാക്കുക, റിസർവേഷൻ ഓഫീസിൽ പോവുക, ബാക്കി ടിക്കറ്റ് അവൈൽ ചെയ്യുക, യാത്ര നേരത്തെ പ്ലാൻ ചെയ്യുക. ഇത്രയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല യാത്രയായിരിക്കും ഇത്. അപ്പോൾ റിസർവേഷൻ പ്രയോറിറ്റിയെക്കുറിച്ച് പറഞ്ഞു. അത് നോർമൽ അഡ്വാൻസ് റിസർവേഷനുള്ള പ്രയോറിറ്റി മാത്രമേ ഇതിനുള്ളൂ. പിന്നെ നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന സാധനമാണ് കൺസെഷൻ. അത് ഇല്ലെന്ന് പറഞ്ഞാൽ ഈ ടിക്കറ്റ് തന്നെ ആൾറെഡി ഒരു കൺസെഷൻ ടിക്കറ്റാണ്. പിന്നെ ഓൾറെഡി കോവിഡിന് ശേഷം കോവിഡ് സമയത്തോടു കൂടി നമ്മുടെ സീനിയർ സിറ്റിസൺ കൺസെഷൻ, അതുപോലെ സ്ത്രീകൾക്കുള്ള കൺസെഷൻ തുടങ്ങി ചില കൺസെഷൻസ് റെയിൽവേ ഒഴിവാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ സീനിയർ സിറ്റിസൺ കൺസെഷൻ ഉൾപ്പെടെ അത്തരം കൺസെഷൻസ് ഒന്നും ഇവിടെ ലഭിക്കുന്നതല്ല. ഈ പറഞ്ഞ പോലെ മറ്റൊരു ചോദ്യം വന്നത് ഓൺലൈൻ റിസർവേഷനെ കുറിച്ചാണ്. ഇതൊരു പേപ്പർ ടിക്കറ്റാണ്. മുമ്പ് ഈ പറഞ്ഞ കമ്പ്യൂട്ടറൈസ്ഡ് റിസർവേഷനൊക്കെ വരുന്നതിന് മുമ്പ് ഞങ്ങൾ സ്ഥിരം കാണാറുള്ളതായിരുന്നു. ടിക്കറ്റ് കൗണ്ടറിൽ നോർത്ത് ഇന്ത്യക്കാർ റിസർവേഷൻ കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് കൗണ്ടറിൽ നിന്നൊക്കെ ബുക്കിംഗ് കൗണ്ടറിൽ നിന്നൊക്കെ ഈ പേപ്പർ ടിക്കറ്റുകളിൽ, അതായത് മുമ്പ് പേപ്പർ ടിക്കറ്റുകളായിരുന്നു, അതിൽ എഴുതി ആണ് അന്നൊക്കെ ഈ ടിക്കറ്റ് ഇഷ്യൂ ചെയ്തിരുന്നത്. ഇപ്പോഴും റിസർവേഷൻ ഓഫീസിൽ അത് പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്ന സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. പണ്ടങ്ങനെ ആയിരുന്നില്ല. ഒരു പേപ്പർ ടിക്കറ്റിൽ, ബ്ലാങ്ക് പേപ്പർ ടിക്കറ്റിൽ എഴുതി കൊടുക്കുന്ന ടിക്കറ്റായിരുന്നു സർക്കുലർ ജേണി ടിക്കറ്റ്. അത് നോക്കി മനസ്സിലാക്കാൻ തന്നെ വലിയ പ്രയാസമാണ്. കാരണം അതിന് നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്നവർ അത് കാര്യമായിട്ട് മിസ്യൂസും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നുണ്ട്. ചിലപ്പോൾ സ്വന്തമായിട്ട് അവർ പ്രിൻ്റ് ചെയ്തൊക്കെ വരുന്നതും ഒക്കെ പിടിച്ച ചരിത്രം റെയിൽവേയിലുണ്ട്. അതൊക്കെ പിടിച്ചത് പിന്നെ വലിയ കേസുകളാവുകയും വലിയ നിസ്സാരമായിട്ടല്ല, ലക്ഷങ്ങളുടെ ഒരു ബിസിനസ് ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് സർക്കുലർ ജേണി കൊടുക്കുന്ന പരിപാടിയൊക്കെ ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും അല്ല, അങ്ങനെയൊന്നും നടക്കില്ല. മാത്രമല്ല, ഒരാൾ ചോദിച്ചതാണ് ഓൺലൈൻ റിസർവേഷൻ. ഒരാളല്ല, പലരും ചോദിച്ചിരുന്നു ഓൺലൈൻ റിസർവേഷൻ സാധ്യമാണോ എന്ന് ചോദിച്ചിരുന്നു. അത് ഇല്ല, ഇത് റിസർവേഷൻ ഓഫീസിൽ തന്നെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് സർക്കുലർ ജേണിയെക്കുറിച്ചുള്ള രണ്ടാമത്തെ വീഡിയോ. നിങ്ങൾ ആദ്യം പറഞ്ഞ ആദ്യത്തെ വീഡിയോയിൽ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഏകദേശം. ഒരുപക്ഷെ അവ്യക്തമായെന്ന് നിങ്ങളുടെ കമൻറ്റിൽ നിന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഈ വീഡിയോ കൂടി ചെയ്യുന്നത്. ഒരിക്കൽ കൂടി
ഒരു യാത്ര 1-2 യാത്ര പ്ലാൻ ചെയ്ത് ഒരു ചില നിങ്ങൾക്ക് വെക്കേഷന് പോകാൻ പറ്റുന്ന യാത്ര ചിലത് പ്ലാൻ ചെയ്തുകൊണ്ട് മറ്റൊരു വീഡിയോ കൂടി ഇടുന്നുണ്ട്. ഒപ്പം ഇത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാം, ഫാമിലിയായിട്ട് യാത്ര ചെയ്യാം, വലിയ ഗ്രൂപ്പായിട്ട് യാത്ര ചെയ്യാം. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുക. ഇത് വളരെ എക്കണോമിക്കാണ്, അതുപോലെ വളരെ സൗകര്യപ്രദമാണ്. നമ്മുടെ പ്ലാനിനനുസരിച്ച് ഈ റെയിൽവേ സിസ്റ്റത്തിന് ഉപയോഗിക്കാവുന്ന ഏറ്റവും മികച്ച ഒരു സംഗതിയാണ്. പരമാവധി യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടി, ഞങ്ങളുടെ ഒരു വെറും 1.5 മാസമായ ഒരു ചാനലാണ് ജസ്റ്റ് ഡീകോഡ്. റെയിൽവേ സംബന്ധമായ വിഷയങ്ങൾ മാത്രമല്ല, ഒരുപാട് വിഷയങ്ങൾ, ആരോഗ്യ മേഖല തുടങ്ങി സാമൂഹ്യ മേഖല, ലിറ്ററേച്ചർ തുടങ്ങി ഒരുപാട് മനുഷ്യർക്ക് ആവശ്യമുള്ള ഒരുപാട് വിഷയങ്ങൾ ജസ്റ്റ് ഡീകോഡിനകത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. യാതൊരുവിധ ജങ്ക് അല്ലെങ്കിൽ ആ ഒരു പോർഷനിലല്ല ഞങ്ങളുടെ ചാനൽ നിൽക്കുന്നത്. ഇത്രയും ചെറിയ സമയം കൊണ്ട് നിങ്ങൾ തന്ന പിന്തുണയ്ക്ക് നന്ദിയുണ്ട്. ഒപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.